ഗെയ്സ്, ഞാൻ ഇന്നൊരു കൂട്ടം കാണിക്കാം കേട്ടോ. ഞാൻ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. വേണ്ട, വെള്ളം പൊന്തി കിടക്കുമെന്ന് പറയണ്ട. അത് എന്താ പറയുക, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ളൊരു സാമ്പാറാണ്. എന്നുവെച്ചാൽ കലക്കുമ്പോൾ നല്ല ഇതാവും. ഞാൻ സ്പൂൺ ഇട്ടില്ല കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. സ്പൂൺ പണി ഉണ്ടായിരുന്നു, ഒതുങ്ങി. ഇനി ചോറ് അടുപ്പിലാണ്. ഉണ്ടാ സാമ്പാർ ഉണ്ടാ നല്ല ഒരുപാട് ഇവിടെ ഒരുപാട് കുറവ് കട്ടിയായ പറ്റില്ല, എന്നാലും ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം പരിപ്പത്ത് ഉഴുന്ന സാമ്പാർ കേട്ടോ. പരിപ്പ് സാമ്പാറില്ല, ഉഴുന്ന സാമ്പാർ കേട്ടോ. ഞാൻ എപ്പോഴും ഉഴുന്ന് വെച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇനി ഞാനേ മത്തി കിട്ടിയായിരുന്നു, കുറച്ച് മത്തി. അതൊന്ന് പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ വേറൊരു രീതിയിലാണ് പൊരിക്കുന്നത്. ഞാനിതിനകത്ത് കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഇതിനകത്തിട്ടേക്കുന്ന 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കും. എന്താ പറയുക, മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നല്ലതാണല്ലോ, വിഷാംശമൊക്കെ കൊണ്ട് പോവും. 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂണ് നമ്മുടെ ഫിഷ് മസാല എന്ന് പറയും, ഫിഷ് മസാല. ഞങ്ങൾ മീനകത്ത് ഫിഷ് മസാല ഇട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട്. മീനെ നല്ലോണം കഴുകി വൃത്തിയാക്കി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയാണ് എനിക്ക് ഇന്നലെ കിട്ടിയത് കേട്ടോ. കുറച്ച് ഇന്നലെ എടുത്ത് വറുത്തു. അപ്പം ഇതിനെ നമുക്കൊന്ന് കൂട്ടണം. ഇത് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ. വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഉപ്പ് ചേർത്തിട്ടുണ്ട് 1 സ്പൂൺ കേട്ടോ. ശരി, ഓക്കെ. അമ്മ വീഡിയോ പിടിക്കും കേട്ടോ. എവിടെ ആയിരുന്നു ഇത്ര നേരം? എവിടെ ആയിരുന്നു പറ. നിൻ്റെ പാല് നിൻ്റെ അമ്മച്ചി കുടിച്ച് അങ്ങോട്ട് പോയിട്ട് അടികൊള്ളാൻ നിൽക്കണ്ട. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. അതിനകത്ത് വെളിച്ചെണ്ണ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതെന്തായാലും 2 സ്പൂൺ വെളിച്ചെണ്ണയോളം കാണും. എന്നുവെച്ചാൽ ഞാൻ ഇച്ചിരി ഇങ്ങനെ എടുത്ത് ഒഴിച്ച്, വെളിച്ചെണ്ണ കുപ്പി വേറെ കേട്ടോ. അത് ഞാൻ പാർന്ന് വെക്കുന്നു. അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ മത്തി വരഞ്ഞിട്ടില്ല കേട്ടോ. മത്തി വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാൽ അത് നല്ല വെന്തോളും. അപ്പം നമുക്ക് ഇവനെ നല്ലപോലെ ഇങ്ങനെ മസാലയൊക്കെ എൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് പേരവി വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് പൊരിക്കാനായിട്ട് ഞാൻ 1 മണിക്കൂർ ഇത് വെക്കും കേട്ടോ. 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നല്ല മസാലയൊക്കെ പിടിക്കും. നല്ല ഇതാണ് കേട്ടോ. ആ എണ്ണ വെച്ചിട്ട് എന്താ നല്ല ഇതായിട്ട് എൻ്റെ ഒരു സൈഡിലോട്ട് പോകുന്നത്. എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും അത്ര വലിയ വിഷമില്ല കേട്ടോ. അത് കാര്യത്തിൽ എൻ്റെ ഫോണിലല്ല, വേറെ ഇവിടെ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ സാറിൻ്റെ ഫോണാണ്. അത് എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. ആ ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുവന്നിട്ട് ഇതിന്ന് ഞാനങ്ങോട്ട് സെൻഡ് ചെയ്യലാണ്. നമുക്ക് സ്വന്തമായിട്ട് ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂർ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ഞാൻ പൊരിക്കത്തുള്ളൂ. അപ്പോൾ പൊരിക്കുന്നത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ ഇങ്ങനെ, അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇന്നലെ പൊരിച്ചു, മെഞ്ഞാന്ന് പൊരിച്ചു, ഒക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. അതുപോലെ നമ്മുടെ കുരുട്ടിന് ഇങ്ങനെ പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ പൂച്ചക്കുട്ടികളൊന്നും ഈ എരിയുള്ളതൊന്നും കഴിക്കത്തില്ല. എൻ്റെ കാലേ കടിക്കരുത്, അടിക്കും ഞാൻ. അപ്പം അവൾക്ക് പാല് വെച്ചിരുന്ന് അവളുടെ അമ്മ എടുത്ത് കുടിച്ചുകൊണ്ട് പോയി. അപ്പം ഞാനാണ് ഉത്തരവാദി. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. 1 മണിക്കൂർ ഇരിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഒന്ന് വേകും. അങ്ങനെ കൂട്ടുകാരെ എല്ലാവരും ആയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കാണണം കേട്ടോ നമ്മളെ വീഡിയോ. ഓക്കെ, ബൈ.